ഇനി നമുക്കൊരു പരന്ന പാത്രം എടുക്കാം. അതിലേക്ക് ഒരു പേപ്പർ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടിയില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നിരത്തിയിടാം. നമ്മൾ കവർ ചെയ്ത് വെച്ചിരുന്ന മാവ് എങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു 6 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം നന്നായിട്ട് കുതിർന്നെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കുറച്ച് പൊടി ഞാൻ ഇവിടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മാവ് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് മാവ് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിൽ കുറച്ച് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചപ്പാത്തിയുടെ ഉരുള് വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഇത്തിരി കനം കുറച്ച് പരത്തണ്ട, ഇത്തിരി കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് മാവ് തൂവി കൊടുക്കണം. പൊടി തൂവുമ്പോൾ അത് ഒട്ടാതെ ഇരുന്നോളൂ. ഈ ഒരു കനത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു കത്തി എടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മുറിച്ചു കൊടുക്കാം. മുറിച്ചതിനെ നമുക്ക് ഇങ്ങോട്ടൊന്ന് നീക്കി വയ്ക്കാം. കത്തിയൊന്ന് ഇടയ്ക്കിടയ്ക്ക് പൊടിയിൽ മുക്കാൻ മറക്കരുത്. പിന്നെ ഇതിനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം. പിന്നെ ഞാനൊരു ഡയമണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ഈ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക. ഇങ്ങനെ ഇപ്പുറ സൈഡും അതുപോലെ ഒന്ന് കീറി കൊടുക്കണം. 2 സൈഡും ഞാൻ കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി എടുത്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പൊടിക്കകത്ത് തന്നെ കിടന്നോട്ടെ. ഇതിനെല്ലാം നമുക്കങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ചൂടിൽ വെച്ചിരുന്നാൽ മതി. മീഡിയം ചൂടിൽ വെച്ചിരുന്നില്ലെങ്കിൽ ഇതിനകം ഉള്ളൊന്നും വേഗത്തില്ല. നമുക്ക് ഈ ഒരു ചൂടിൽ ഇരുന്നാൽ മതി. ഇതിൻ്റെ പതയെല്ലാം അടങ്ങി ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ വെട്ടുകേക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.